ഭരണം മാറി വന്നാൽ മാത്രമേ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ. BJP ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ആണ് വലിയ നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹം കേരളത്തിൽ. അത് ഏതാളാണെന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, ഒരാളിനെ ഇപ്പൊ ഇവിടെ LDF ഭരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. LDF ഇപ്പൊ കിട്ടിയാലും കേന്ദ്രത്തിലൂടെ പോകാൻ ഒരു ചാൻസും ഇല്ല. എന്നത് രവീന്ദ്രൻ. എന്തുകൊണ്ടാണ് സർ? ഞാൻ ഒരു മാസ്റ്റർ പാർട്ടിയാണ്, CPI കാരനാണ്. ഇടതും വലതും കൂടെ ഭരിച്ച് ഇവിടെ നാശം മൊത്തം നശിച്ചു. ഭാരതം ഈ തിരുവനന്തപുരം ജില്ലയിൽ അത് കേരളത്തിൽ BJP തന്നെ വരണം. നല്ല കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് പാസ്സായിരിക്കും. നമ്മുടെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, അതില് 3 സ്ഥാനാർത്ഥി ഇഞ്ചോടിഞ്ചോണ് പോരാട്ടം. അറിയാമല്ലോ സാർ, ഒരു ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരണം എന്നാണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ? വരണം. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികൾ ഇപ്പം നിൽക്കുകയാണ്. അത് 3 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിൽ ആര് വരണമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം വന്നാൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ ഭരണം മാറി വേണം. ഇപ്പോൾ BJPയിൽ 2 കൊല്ലം കൊണ്ട് പറയുക ഭരണം മാറി വരണം. ഭരണം മാറി വന്നാൽ മാത്രമേ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ. ഓക്കെ സാർ, അപ്പം കമ്മ്യൂണിസ്റ്റ് അതായത് പണ്ണിൻ രവീന്ദ്രൻ നമ്മുടെ ലോകസഭയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വികസനം ഉണ്ടാകും? വികസനം ഉണ്ടായിരിക്കും. ഓക്കെ, ശശി തരൂര് 15 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇവിടെ വന്ന്, ഞാനിവിടെ ബാലനാവരം പഞ്ചായത്ത് 1ാം വാർഡിലുള്ളതാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ ഏതാണ്ട് ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചല്ലാതെ മറ്റുള്ള ഒരു വികസനം ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ ഏരിയയിലും തന്നെ ഹൈമാസ് ലൈറ്റ് ഇപ്പോൾ അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ MLA അടിസ്ഥാനത്തിൽ MP അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന മറ്റേ ക്ഷേത്രങ്ങളിലും മറ്റേ ഗുരുമന്ദിരത്തിലും പള്ളികളിലും ഒക്കെയാണ് കൊടുക്കുന്നത്. അനവധി നമ്മുടെ എരുത്താവൂർ ചാനൽ പാലം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇരുട്ടടഞ്ഞ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. അവിടെ ഞങ്ങൾ പലവരും അവിടെ ഹൈമാസ് ലൈറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. MLAയും കേട്ടിട്ടില്ല, MPയും കേട്ടിട്ടില്ല. അത് എല്ലാവർക്കും കാണത്തക്ക ഒരു രീതിയാണ്. അവിടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. 2 വലിയൊരു ആൽമരം ഇപ്പോൾ ഉണ്ട്. ഭയങ്കര ഒരു ആക്സിഡൻറ്റ് അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. മിക്കവാറും അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പം വേറെ ഒരു ചാനലുകാർ വന്ന് അടുത്ത കാലത്ത് വന്ന് അവിടെ വന്ന് എടുത്തുകൊണ്ട് പോയി ഞാനും വിളിച്ച് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇവർ MLA സ്ഥാനത്ത് എങ്ങനെയില്ല. അപ്പം ഭരണം മാറി വരണം എന്നുള്ള ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ND സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആള് പുള്ളിക്കാരൻ ഒരു കേന്ദ്രമന്ത്രിയും കൂടിയാണ്. കേന്ദ്രത്തിലിരിക്കുന്ന ഒരാൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെറ്ററായിട്ട് വരും എന്ന് സാറിന് തോന്നുന്നു? അത് പറയാക്കൂല. ആര് വികസനം നമ്മളിപ്പോൾ ആരായിരുന്നാലും ശശി തരൂർ 15 വർഷക്കാലം ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ അവർ ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവരിപ്പോൾ ചെയ്തിട്ടുള്ളത് ആൾവാസമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ചെയ്തത്. അവർക്ക് ഇപ്പോൾ കടപ്പുറ ഏരിയയാണ് ഇപ്പം ഈ സ്ഥാനാർത്ഥികളെല്ലാം അവർ മുൻഗണനയായിട്ട് അവർ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ആൾവാസം എല്ലാം ഉണ്ടല്ലോ അവിടെ വോട്ട് കൂടുതലുണ്ട്. അവിടെ തന്നെ അനുകൂലം കൊണ്ട് നിന്നത്. ഇപ്പോൾ നമ്മുടെ MP ഇവിടെ സ്ഥാനത്ത് വന്നതിൽ എനിക്ക് ഹൈമാസ് ലൈറ്റിൻ്റെ ഈ ഒരു കാര്യം ഞാനിവിടെ കാണുന്നുള്ളൂ. അത് ഒരു വികസനം ചെയ്തിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ, അതിനകത്ത് 3 സ്ഥാനാർത്ഥികളാണ് കട്ടയ്ക്ക് നിൽക്കുന്നത്. ഇതിൽ ആര് വരാം എന്നാണ് സാറിൻ്റെ ആഗ്രഹം? BJP വരാനാണ് അഭിപ്രായം. BJP വരുമെന്നാണ് അഭിപ്രായം. ഓക്കെ, എന്തുകൊണ്ടാണ് സാർ? BJP ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ആണ് വലിയ നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹം കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ അതുപോലെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വികസനവും ഭാവിയിൽ വികസനവും നല്ല പ്രവർത്തനവും വരുമെന്നാണ് അഭിപ്രായം. ആര് വരണമെന്ന് കേട്ടാൽ ഇപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമാണ്. BJPയോട് എനിക്ക് വരണമെന്നാണ് എൻ്റെ താല്പര്യം. ഓക്കെ സാർ, അത് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്നതും കൊണ്ടാണോ? ഭരിക്കുന്നത് കൊണ്ടല്ല. ഇപ്പം ഇവിടെ LDF ഭരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. LDF ഇപ്പോൾ കിട്ടിയാലും കേന്ദ്രത്തിലൂടെ പോകാൻ ഒരു ചാൻസും ഇല്ല. കോൺഗ്രസിന് ഇപ്പോൾ ഉന്നത നേതാക്കന്മാരും ഇല്ല, പ്രവർത്തനങ്ങളും ഇല്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നതുമില്ല. അതുകൊണ്ട് ഇപ്പം BJP കൂടി വരണമെന്നാണ് നമ്മുടെയൊക്കെ താല്പര്യം. നമ്മളിവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുവാണ്. 3 മത്സരാർത്ഥികളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം അതൊരു ത്രികോണ മത്സരമാണ് ട്രിവാൻഡ്രത്തെ പറയുന്നത്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ആര് ഒരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ ആര് വരണമെന്നായിരിക്കും സാറിൻ്റെ അഭിപ്രായം? എന്നത് രവീന്ദ്രൻ. ഓക്കെ, എന്തുകൊണ്ടാണ് സാർ? ഞാൻ ഒരു മാസ്റ്റർ പാർട്ടിയാണ്, CPI കാരനാണ്. ഓക്കെ സാർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, നമ്മുടെ ഇവിടെ കേന്ദ്രമന്ത്രിയാണ് NDAക്ക് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു വികസനം, അതായത് ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വികസനം ഉണ്ടാവുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നു? ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും സാർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഓക്കെ സാർ, ആര് വന്നു കഴിഞ്ഞാൽ ഒരു വികസനം കൂടുതൽ ഉണ്ടാവുമെന്ന് സാർ? BJP വരണം. 15 വർഷം കൊണ്ട് ഒരുത്തിരിക്കണം, ചിമ്മിനി വിളക്ക് കത്തിച്ചിട്ടിരിക്കണം, ഒരു ഫലവും ഇല്ല. ഒരു ജിപ്പ ഇട്ടിട്ട് 5 വർഷം ഒരിക്കൽ വന്നിട്ട് അവൻ്റെ പാട്ടിന് അവൻ പോകും. പിന്നെ പറഞ്ഞത് 5 വർഷം കഴിഞ്ഞിട്ട് വരും. ഒരു ഇതുമില്ല. ഇടതും വലതും കൂടെ ഭരിച്ച് ഇവിടെ നാശം
മൊത്തം നശിച്ചു. പിന്നെ ഭാരതം ഈ തിരുവനന്തപുരം ജില്ലയിൽ അത് കേരളത്തിൽ BJP തന്നെ വരണം. BJP ഭരിച്ചാലേ പറ്റുള്ളൂ, സീറ്റ് കിട്ടുള്ളൂ. ജനങ്ങളത് ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, കേന്ദ്രത്തിൽ നിന്നും കൂടി ആയതുകൊണ്ട് കേന്ദ്രമന്ത്രിയാണ് ഇപ്പം ഓൾറെഡി നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നല്ല IT മന്ത്രി, നല്ല അടിപൊളി മന്ത്രിയാണ്. വികസനത്തിന് അറിവും ആ കാര്യങ്ങളെല്ലാം അറിയണ മന്ത്രിയാണ്. ഇതിലപ്പുറം എന്തിനു വേണം? ജനങ്ങളൊന്ന് ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. 15 വർഷം കൊണ്ട് ഭരിച്ചിട്ട് 15 വർഷം കൊണ്ട് വരുത്തിയിരിക്കണം. ഒരു ഫലവുമില്ല. ചിമ്മിനി വിളക്ക് കത്തിക്കാൻ മാത്രം ഉണ്ട് ഇവിടെ വരണം. ഒരു ഫലവുമില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും. ഇടത് എന്ന് പറഞ്ഞാൽ ഒരു ഫലവുമില്ല. അത് ഇടത് ഇവിടെ ഭരിച്ച് നശിച്ച് പെൻഷനും ഇല്ല, ഒന്നുമില്ലാതെ നാട് മൊത്തം കട്ട് ചെയ്തതാണ്. ഇനി ഭരിക്കേണ്ടത് വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ ആരും ഇതിൻ്റെ അകത്ത് ഒരു ഇതില്ല. ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളേ ഉള്ളൂ. യോഗ്യതയുള്ള സ്ഥാനാർത്ഥി വരണം. അത് ഏതാളാണെന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഒരാളിനെ ഇപ്പം 3 പേരും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം ആരാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമാക്കുക. അതായത് 15 വർഷമായിട്ട് ശശി തരൂർ ഭരിക്കുന്നുണ്ട്. പുള്ളിക്കാരിൽ നിന്ന് എന്തെങ്കിലും വികസനം ഉള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? അതിപ്പോൾ ദേശീയപാതയൊക്കെ ആണെങ്കിൽ കേന്ദ്രത്തിൻ്റെയാണ്. സംസ്ഥാനത്തിൻ്റെത് എന്തുമാത്രം വികസനം ഉണ്ടായിട്ടുണ്ടുള്ളത് നമ്മൾ റോഡുകൾ കാണുമ്പോൾ അറിയാൻ സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു കേന്ദ്ര ചായ കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഇപ്പം NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ സാറ്. മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയാണ്. പിന്നെ നിലവിൽ നിൽക്കുന്നതിൽ ഇത്തിരി കഴിവ് കൂടിയ ആളാണെന്നാണ് പറയാൻ. കാരണം നമ്മളെ ശശി തരൂരിന് മോശമൊന്നല്ല പറയുന്നത്, എന്നാലും അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കുറച്ചും കൂടി ഒന്ന് വികസനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ. ഓക്കെ സാർ, ഓക്കെ. ആര് വിജയിക്കുമെന്ന് അറിയുന്നില്ല. ഇതിപ്പോൾ കോൺഗ്രസിന് ഒരു ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. 15 വർഷമായിട്ട് ഇപ്പം ശശി തരൂരല്ലേ ഈ ഒരു ലോക്സഭയിൽ നിൽക്കുന്നത് തന്നെ? 1-2 പ്രാവശ്യം. ഓക്കെ, 3 പ്രാവശ്യമാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെ വികസനങ്ങൾ ചെയ്തതിൽ സാർ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് BJPയും ചെയ്യാറുണ്ട്. പിന്നെ BJP ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ സാർ, ഇപ്പം നമ്മളെ BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, രാജേഷ് ചന്ദ്രശേഖർ സാർ ഇപ്പം കേന്ദ്രമന്ത്രി കൂടിയാണ്. സാറ് ഒരു നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ലോക്സഭയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം വികസനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വികസനം ചെയ്യും? BJP ആകുമ്പോൾ ചെയ്യും. അതിനെ കാലത്ത് പറഞ്ഞത് ഇവിടെ വന്നിരുന്നു. നല്ല കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് പാസ്സായിരിക്കും. ഇപ്പം 15 വർഷമായിട്ട് ശശി തരൂരാണ് ഇവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ വികസനങ്ങൾ സാർ തൃപ്തനാണോ? വികസനം പറഞ്ഞു കേട്ടിട്ട് നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയുണ്ട്, NDA സ്ഥാനാർത്ഥി. പുള്ളിക്കാരൊരു കേന്ദ്രമന്ത്രി കൂടിയാണ്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തിരുവനന്തപുരം നഗരം വികസനത്തിലേക്ക് എത്തുമെന്ന് സാറിന് തോന്നുന്നു? വികസന കാര്യത്തിൽ നല്ലതായ വികസന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളതും പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് അതനുസരിച്ച് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിനെ നല്ലതെന്ന് നമുക്ക് പറയാനൊക്കും. അതൊന്ന്. രണ്ടാമത് വീടാന്തരം തോറും കയറി ഇറങ്ങി അവിടുത്തെ ആ പഞ്ചായത്തിലെ മെമ്പറും സെക്രട്ടറിയും അത് കണ്ടുപിടിച്ച് ആ പാവപ്പെട്ടവർക്ക് അവർക്ക് എന്തുണ്ട് ഇല്ലേ എന്നത് മനസ്സിലാക്കി അവരെ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ചെയ്യുന്നതാണ് വലിയ കാര്യം.